സഖാവ് എൻ ഷംസീർ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ നേതാവായിട്ട് വന്ന ഒരാളല്ല. അദ്ദേഹം ദീർഘകാലം SFIയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു, അഖിലേന്ത്യാ സഹഭാരവാഹിയായിരുന്നു, യുവജന സംഘടനാ നേതാവായിരുന്നു. അങ്ങനെയൊക്കെ ആയ ഒരാൾ പാർട്ടി നേതാവായി വന്നു. ആ പാർട്ടി നേതാവാണ് പിന്നീട് നിയമസഭ സ്പീക്കർ പദവിയിൽ വരെ എത്തിയത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം നീചമായ വിധത്തിലുള്ള പ്രതികരണമാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത്, ഇപ്പോൾ ഷംസീറിനെതിരായിട്ട് പ്രതികരണം നടന്ന സമയത്ത് ഷംസീർ ലീഗിൽ പോകേണ്ട ആളാണ് എന്നോ മറ്റൊരു പ്രയോഗം നടന്നുണ്ട്. ഇപ്പം മുസ്ലിം പേരുള്ള ഒരാൾ CPM ഉണ്ടെങ്കിൽ അവരെ ഇങ്ങനെ ചാപ്പ കുത്താൻ വേണ്ടി നോക്കുകയാണ്. ഇത് കുറച്ചു കാലമായി അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള നീചമായ വർഗീയത തികട്ടി പുറത്തേക്ക് വരുന്നതാണ്. അത്തരമൊരു സമീപനം അദ്ദേഹം സ്വീകരിക്കുന്നത് ഉചിതമാണോ എന്ന് അദ്ദേഹം തന്നെ ചിന്തിക്കട്ടെ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ കുറച്ചു കാലമായി സംഘപരിവാറിൻ്റെ താല്പര്യാർത്ഥം കേരളത്തിൽ വർഗീയമായ ചിന്ത ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന പ്രയോഗമാണ്, പ്രതികരണമാണ് അദ്ദേഹം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിൻ്റെ മതേതര അന്തരീക്ഷത്തെ ബോധപൂർവം കലുഷമാക്കുന്നതിന് വേണ്ടിയാണ്. അത് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ വേണ്ടി ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് അത്തരം നീക്കങ്ങൾ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഉപേക്ഷിക്കുന്നതാണ് ഉചിതം. കാരണം ശ്രീനാരായണ ഗുരു നമ്മുടെ നാടിനെ പഠിപ്പിച്ചത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നാണ്. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നാണ് അദ്ദേഹം ശ്രീനാരായണ ഗുരു പറഞ്ഞത്. ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ നേതാവായി നടക്കുന്ന ആള് ശ്രീനാരായണ ഗുരു ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾക്ക് കടവുക വിരുദ്ധമായ വർഗീയതയുടെ ആശയം പ്രചരിപ്പിക്കുന്നത് ഉചിതമല്ല.